ഗൾഫ് രാജ്യങ്ങളിൽ വേനൽക്കാലം അതിന്റെ ഏറ്റവും തീവ്രമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. യുഎഇയിൽ വരും ദിവസങ്ങളിൽ ചൂട് കനക്കുമെന്നും ഉൾപ്രദേശങ്ങളിൽ താപനില സർവ്വകാല റെക്കോർഡുകളിലേക്ക് അടുത്തേക്കുമെന്നും ദേശീയ കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കുന്നു. പ്രവാസികൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾ ഈ മാറ്റത്തെ വളരെ കരുതലോടെയാണ് നോക്കിക്കാണുന്നത്. കാരണം ഇത് വെറുമൊരു ചൂടുകാലം മാത്രമല്ല, മരുഭൂമിയിലെ ഏറ്റവും കാഠിന്യമേറിയ ദിവസങ്ങളുടെ തുടക്കം കൂടിയാണ്. യുഎഇയിലെ കാലാവസ്ഥാ പ്രവചനങ്ങൾ അനുസരിച്ച് വരും ദിവസങ്ങളിൽ ഉൾപ്രദേശങ്ങളിൽ താപനില 47 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം. നിലവിൽ പൊതുവെ തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിലും കിഴക്കൻ തീരപ്രദേശങ്ങളിൽ നേരിയ തോതിൽ മേഘങ്ങൾ കാണാൻ സാധിക്കും. തീരപ്രദേശങ്ങളിൽ 37 മുതൽ 42 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില അനുഭവപ്പെടുമ്പോൾ ഉൾപ്രദേശങ്ങളിൽ അത് 41 മുതൽ 47 ഡിഗ്രി വരെയാകാം. ചൂടിനൊപ്പം തന്നെ മറ്റൊരു പ്രധാന വില്ലനായി വരുന്നത് പൊടിക്കാറ്റാണ്. വാരാന്ത്യത്തോടെ കാറ്റിന്റെ ഗതി മാറുകയും വേഗത വർദ്ധിക്കുകയും ചെയ്യും. തെക്ക് പടിഞ്ഞാറൻ, വടക്ക് പടിഞ്ഞാറൻ ദിശകളിൽ നിന്ന് വീശുന്ന കാറ്റ് ഞായർ തിങ്കൾ ദിവസങ്ങളിൽ മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത പ്രാപിക്കാൻ സാധ്യതയുണ്ട്. ഇതിന്റെ ഫലമായി തുറസായ പ്രദേശങ്ങളിൽ ശക്തമായ പൊടിക്കാറ്റ് രൂപപ്പെടാനും കാഴ്ചാ പരിധി കുറയാനും ഇടയാക്കും. വാഹനം ഓടിക്കുന്നവരും പുറം ജോലികളിൽ ഏർപ്പെടുന്നവരും ഈ ദിവസങ്ങളിൽ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ജൂലൈ 3 മുതൽ യുഎഇയിൽ കടുത്ത വേനൽക്കാലത്തിന് ഔദ്യോഗികമായി തുടക്കമാകുന്നു എന്നതാണ്. അറബ് നാടുകളിൽ പരമ്പരാഗതമായി അറിയപ്പെടുന്ന ജംറത്ത് അൽ ഖായത്ത് എന്ന സീസണാണിത്. ഏകദേശം 40 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ കാലയളവ് വർഷത്തിലെ ഏറ്റവും ചൂടേറിയ ദിനങ്ങളായാണ് കണക്കാക്കപ്പെടുന്നത്. ചൂടിന്റെ കാഠിന്യം കാരണം മരുഭൂ പ്രദേശങ്ങളിൽ ഈ സമയത്ത് താപനില 50 ഡിഗ്രി സെൽഷ്യസ് വരെ എത്താറുണ്ട്. ഭൂമിയിൽ നിന്ന് ചൂട് നീരാവിയായി ഉയരുന്നതും അന്തരീക്ഷത്തിൽ ഈർപ്പം നിലനിൽക്കുന്നതും ഈ സമയത്തെ അസഹനീയമാക്കുന്നു. ചരിത്രപരമായി പുരാതന അറബ് സഞ്ചാരികളും കർഷകരും ഈ 40 ദിവസങ്ങളെ വളരെ കരുതലോടെയാണ് കണ്ടിരുന്നത്. അക്കാലത്തെ ജീവിത രീതികളിൽ പോലും ഈ തീക്ഷ്ണമായ കാലാവസ്ഥയെ അതിജീവിക്കാൻ പാകത്തിലായിരുന്നു രൂപപ്പെടുത്തിയിരുന്നത്. ഇന്നും ആധുനിക സംവിധാനങ്ങളുണ്ടെങ്കിലും ഈ ദിനങ്ങളിലെ അതികഠിനമായ ചൂട് ജനജീവിതത്തെ കാര്യമായി തന്നെ ബാധിക്കാറുണ്ട്. കരയിൽ ചൂടും കാറ്റും ശക്തമാണെങ്കിലും കടൽ പൊതുവെ ശാന്തമായിരിക്കും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അറേബ്യൻ ഗൾഫിലും ഒമാൻ കടലിലും നേരിയ തിരമാലകൾ മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിലും പൊടിക്കാറ്റ് ശക്തമാകുന്ന ദിവസങ്ങളിൽ കടലിൽ പോകുന്നവർക്കും തീരപ്രദേശങ്ങളിൽ സമയം ചിലവഴിക്കുന്നവർക്കും അധികൃതർ കർശന നിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. വെള്ളിയാഴ്ച മുതൽ ഉൾപ്രദേശങ്ങളിൽ ചൂട് ഗണ്യമായി വർദ്ധിക്കുമെന്നതിനാൽ അനാവശ്യ യാത്രകളും വിനോദങ്ങളും ഒഴിവാക്കുകയോ കൂടുതൽ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുകയോ ചെയ്യുന്നതാണ് ഉചിതം. തിങ്കളാഴ്ചയോടെ കിഴക്കൻ മേഖലകളിൽ ഭാഗികമായി മേഘങ്ങൾ രൂപപ്പെടാൻ സാധ്യതയുണ്ടെങ്കിലും അത് ചൂടിന് വലിയ ശമനം നൽകാൻ സാധ്യതയില്ല. ചുരുക്കത്തിൽ യുഎഇയിലെ വരും ആഴ്ചകൾ കനത്ത ചൂടിന്റെയും പൊടിക്കാറ്റിന്റേതുമായിരിക്കും. കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ചുള്ള അറിവ് കേവലം വാർത്തകൾക്കപ്പുറം നമ്മുടെ ദൈനംദിന ജീവിതത്തെ സുരക്ഷിതമാക്കാൻ അത്യാവശ്യമാണ്. ഈ കടുത്ത വേനൽക്കാലത്ത് ധാരാളം വെള്ളം കുടിക്കാനും നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കാനും നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അധികൃതർ നൽകുന്ന കൃത്യമായ മുന്നറിയിപ്പുകൾ പാലിച്ചുകൊണ്ട് ഈ തീക്ഷ്ണമായ ജംറത്ത് അൽ ഖായത്ത് സീസണിനെ നമുക്ക് സുരക്ഷിതമായി മറികടക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.